ഹായ്, ഗുഡ് മോർണിംഗ് ബഡീസ്. ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയ വെണ്ടയ്ക്കയും പയറൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടത്തിലാണ്. അതിൽ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെ കുഞ്ഞു വേറെ കിട്ടിയത് ഉണ്ടോ? കാണിക്ക്. ആ, വേറെ ഇനിയുണ്ടോ പറിക്കാൻ? ഇതിന് ഇങ്ങനെ പുഴുക്കളുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേപ്പ് എണ്ണ കഷായം അല്ലേ, അത് അടിച്ചു കൊടുക്കണം. ഇത് നമ്മളുടെ പയർ, മത്തൻ അതൊക്കെ ഉണ്ടോ. നമ്മൾ തക്കാളി നട്ടിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ തക്കാളിയാണ്. ചേന നമുക്കിവിടെ ഉണ്ടായി തുടങ്ങി, ചെറുതായിട്ട് മുളച്ച് തുടങ്ങി. നമ്മളുടെ ഇഞ്ചി ഒന്നും മുളച്ച് തുടങ്ങിയിട്ടില്ല. ചേന ഈ സമയത്ത് ചിലതൊക്കെ മുളച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ മുളക് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ, ഇതൊക്കെ മുളക് വന്നുകൊണ്ട്. ഇഞ്ചി ചെറിയ രീതിയിൽ മുളക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാത്തിലും വന്ന് തുടങ്ങിയിട്ടില്ല, വളരെ ചെറുതായിട്ട്. കണ്ടോ, ഇവിടെയൊക്കെ വളരെ ചെറുതായിട്ട് ഇഞ്ചി വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൽ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ സിമൻറ്റ് ചക്ക് വാങ്ങിച്ച് അത് കഴുകിയിട്ട് അതിൻ്റെ സിമൻറ്റ് കളഞ്ഞതിന് ശേഷം അതിൽ വളവും മണ്ണും കൂടി ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ താഴെ വെള്ളം കെട്ടണ മണ്ണാണ്. വെള്ളം പോകാൻ വേറെ സ്ഥലമില്ല മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളം കെട്ടും. അപ്പോൾ അങ്ങനെ നട്ടിട്ട് കാര്യമില്ല. പിന്നെ കൊടുക്കുന്ന വളവും കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നേരത്തെ ചെയ്തിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ നോക്കണം കേട്ടോ. നോക്കാം ഈ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി ഇതുപോലെ ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വീണ്ടും ഇഞ്ചി തന്നെ ഇങ്ങനെ ചെയ്തത്. വെണ്ടയ്ക്ക കുഴപ്പമില്ല, ഇപ്പുറത്ത് തക്കാളിയും അങ്ങനെയാണ് നട്ടേക്കുന്നത്. നമുക്ക് ആദ്യമായിട്ടുണ്ടായ കാന്താരിയാണ്ടത്. ആദ്യം കുറച്ച് ആളുകളായി നമ്മൾ ഇതിൽ നിന്ന് മുളക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തി. ഇവിടെയൊക്കെ ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ പാകിയിട്ടുണ്ട്, അത് ഉണ്ടായി തുടങ്ങാൻ സാധ്യതയുണ്ട് ഉടൻ തന്നെ. എന്നാലും കുറേ ചെറിയ രീതിയിൽ ഇപ്പോഴും ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ വലിയ മുളകാണ് കേട്ടോ. വലിയ മുളക് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അതിലെന്തൊക്കെയോ ചെറിയ ഇതെന്താ ശ്രീ, ഇതെന്താ ഇങ്ങനെ അല്ല, ഇതെന്താ ഇങ്ങനെ ചെടി ഇങ്ങനെ ഇതാകാൻ കാര്യം? ഇതിന് നമ്മൾ പ്രതിവിധി എന്നുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പെണ്ണ കഷായം, അതെന്ത് ചേർത്താ വയ്ക്കണം? 5 ml വെള്ളം ചേർത്തിട്ട് വയ്ക്കും വയ്ക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടില്ല. നോക്കാം റെഡി ആവുമെന്ന്. ഇത് നമ്മളുടെ കാന്താരിയാണ്. അതുപോലെ തന്നെ മത്തൻ, ഇപ്പോൾ ഇത് വെച്ച മത്തനാണ്, മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ സൺഷെയ്ഡിലേക്ക് രണ്ടാമത്തതാണ്. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് രണ്ടാമത് നമ്മളിപ്പോൾ വീണ്ടും 2 ചെടി നട്ടതിൻ്റെയാണത്. ഇത് നമ്മളുടെ ഇവിടെയും കുറച്ച് 2-3 വെണ്ടകളുണ്ട്. ഈ വെണ്ട പറിക്കാറായിട്ടുണ്ട് കേട്ടോ. എവിടെ മുളക്? ഏത് മുളക്? മുളക് ഉണ്ടായിട്ടില്ലല്ലോ, പൂവിട്ടിട്ടുള്ളൂ. മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇതേ ഇവിടെയൊക്കെ ഉണ്ട് മുളക്. കണ്ടോ, ഇതിങ്ങനെ ബുള്ളറ്റ് എന്ന് പറയണ ഇനത്തിൽപ്പെട്ട മുളകുകളാണ്. കണ്ടോ, ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ചെറിയ മുളകുകളാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇഞ്ചിയും മുളച്ച് വന്ന് തുടങ്ങി. എല്ലായിടത്തും ചെറുതായ രീതിയിൽ മുളച്ച് വന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട്, ഇഞ്ചിക്ക് വലിയ കാര്യമായിട്ടുള്ള വെയിൽ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ തണലത്തൊക്കെ വെച്ചാണ്. എങ്കിൽ കൂടിയും ഇതെല്ലാം മുളച്ചിട്ടുണ്ട്. മുളക് നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. മുളകിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്, കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. മുളകിന് അത്യാവശ്യം വെയിലും വേണം.
നമുക്കിപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്കിപ്പോൾ ഡെയിലി എല്ലാ സ്ഥലത്തു നിന്നുമായിട്ട് ഇവിടെയും ഉണ്ട്, അവിടെയും പറമ്പിലുണ്ട്, രണ്ട് സ്ഥലത്തു നിന്നുമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പച്ചക്കറി എന്ന് പറയുന്നത് എല്ലാം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പീച്ചിങ്ങ, പാവയ്ക്ക, മുളക്, അച്ചിങ്ങ, പയർ, വെണ്ടയ്ക്ക, തക്കാളി ചെറുതായിട്ടുണ്ടായി തുടങ്ങിയിട്ടുള്ളൂ, മുഴുവനൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഓക്കെ ഗൈസ്, താങ്ക് യു.